നമസ്തേ ആപ് സബി കോ ഹമാരെ ചാനൽ പർ ഹാർദിക് സ്വാഗത്. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം സന്ധിയായിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സന്ധി എന്ന് പറഞ്ഞാൽ എന്താണ്? ധ്വനിയം കാ മേൽ ഹെ. ഷോർട്ടായിട്ട് പറഞ്ഞാൽ സന്ധി എന്ന് പറഞ്ഞാൽ എന്താണ്? മേലാണ്. ധ്വനിയം കാ മേലാണ് സന്ധി എന്ന് പറയുന്നത്. ശബ്ദം കാ മേൽ എന്ന് പറഞ്ഞാൽ സമാസാണ് കേട്ടോ. ശബ്ദം കാ മേൽ എന്ന് പറയുന്നത് സമാസാണ്. ധ്വനിയം കാ മേൽ എന്ന് പറയുന്നത് സന്ധിയാണ്. ഇവിടെ ധ്വനികളുടെ കൂടിച്ചേരലാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് സന്ധി എന്ന് പറയുന്നത്. അപ്പോൾ ഹിന്ദിയിൽ സന്ധി 3 തരത്തിലാണുള്ളത്. ഏതൊക്കെയാണ്? സ്വരസന്ധി, വ്യഞ്ജനസന്ധി, വിസർഗസന്ധി. അതിൽ സ്വരസന്ധിയുടെ ടൈപ്സാണ് നമ്മൾ പറയാൻ പോകുന്നത് ഇന്ന്. അപ്പോൾ സ്വരസന്ധി 5 തരത്തിലുണ്ട്. ഏതൊക്കെയാണ്? ദീർഘ, ഗുൺ, വൃദ്ധി, യൺ, അയാദി എന്ന ഷോർട്ടിലൂടെ നമ്മൾ പഠിച്ചു അല്ലേ. ദീർഘസന്ധിയുണ്ട്, ഗുൺസന്ധിയുണ്ട്, വൃദ്ധിസന്ധി, യൺസന്ധി, അയാദിസന്ധി. അപ്പോൾ ഇതിനൊക്കെ നിയമങ്ങളുണ്ട്. പക്ഷേങ്കിൽ ആ നിയമമൊന്നും പറയാതെ വളരെ ഷോർട്ടായിട്ട് മനസ്സിലാകുന്ന രീതിയിലാണ് ഈ സന്ധികൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. വളരെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ ട്രിക്കിലൂടെ നമുക്ക് പഠിച്ചെടുക്കാൻ കഴിയുന്ന ഒരു ടോപ്പിക്കാണ് സന്ധി. അപ്പോൾ ഈ ദീർഘഗുൺ, വൃദ്ധിയാണ്, അയാദി എന്ന് പറയുന്ന ഈ 5 സന്ധികളും നമുക്ക് കറക്റ്റ് മനസ്സിലാവും. അപ്പോൾ ദീർഘസന്ധി എന്ന് പറയുമ്പോൾ അതിലെന്താണ്? ദീർഘമാണ് വരുന്നത്. നമുക്കറിയാം ആ, ഈ, ഉ, എ, ഐ, ഓ, ഔ ഇതൊക്കെ എന്താണ്? ദീർഘസ്വരമാണ് അല്ലേ. നമുക്ക് മൂൾസ്വരം അറിയാം, ഹ്രസ്വസ്വരം അറിയാം, അതേപോലെ ദീർഘസ്വരം അറിയാം. അപ്പോൾ ദീർഘം എന്ന് പറയുമ്പോൾ എന്താണ്? ആ, ഈ, ഉ. മെയിനായിട്ട് നമ്മൾ ആ, ഈ, ഊ എന്ന 3 സ്വരങ്ങൾ എടുക്കുക. അപ്പോൾ ആ ഒരു സൗണ്ട് നമ്മുടെ ശബ്ദങ്ങളിൽ വരുന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? ദീർഘസ്വരമായിരിക്കും. എക്സാമ്പിൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. വീരാങ്കന എന്ന് പറയുമ്പോൾ മധ്യത്തിൽ എന്താണ്? വീരാങ്കന. കണ്ടോ? വീരാങ്കന, രാങ്കന, വീരാങ്കന, മതാനുസാർ, നവാഗത്, ഗിരീഷ്, രവീന്ദ്ര. ഇവിടെയൊക്കെ എന്താണ്? ഈ സൗണ്ട്. രവീന്ദ്ര എന്ന് പറയുമ്പം ഈ ആണ് അവിടെ വന്ന് ദീർഘം. ഗിരീഷ് എന്ന് പറയുമ്പോൾ ഈ ആണ്. വീരാങ്കന എന്ന് പറയുമ്പോൾ എന്താണ്? ആ സൗണ്ടാണ് വന്നത്. മതാനുസാർ എന്ന് പറയുമ്പോൾ മതാനുസാർ ആ. നവാഗത് ആ. കണ്ടോ? അപ്പോൾ നമുക്ക് വാക്കുകൾ കാണുമ്പം തന്നെ ദീർഘസന്ധിയാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. ആ, ഈ, ഊ ഈ ഒരു ദീർഘം വരുന്നുണ്ടെങ്കിൽ മധ്യത്തിലാണ് വരിക കേട്ടോ. ഫസ്റ്റല്ല, ശബ്ദങ്ങളുടെ മധ്യത്തിലായിട്ട് ആ, ഈ, ഊ അതായത് ദീർഘസ്വരം വരുന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? ദീർഘസന്ധിയായിരിക്കും. നെക്സ്റ്റ് പറയുന്നത് ഗുൺസന്ധിയാണ്. ഗുൺസന്ധിയിൽ എന്താണ് പറയുന്നത്? മധ്യത്തിലായിട്ട് എ, ഒ, ആർ ഈ സൗണ്ട്സ് വരുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? ഗുണസന്ധിയായിരിക്കും. നമ്മൾ ശബ്ദങ്ങൾ പരിചയപ്പെടുമ്പോഴാണ് കറക്റ്റ് മനസ്സിലാക്കുക. എക്സാമ്പിൾ നോക്കിയേ. നരേന്ദ്ര. നരേന്ദ്ര എന്ന് പറയുമ്പോൾ എന്താണ്? നടുവിൽ എ സൗണ്ടാണ് വന്നത്. നരേന്ദ്ര. സുരേന്ദ്ര, നരേഷ്, പരോപകാർ. പരോപകാർ എന്ന് പറയുമ്പോൾ ഏതാണ് വന്നത്? ഓ സൗണ്ടാണ്. കണ്ടോ? എ, ഒ, ആർ ഈ 3 സൗണ്ട്സാണ് നമ്മൾ ഗുൺസന്ധിയിൽ നോക്കേണ്ടത്. മധ്യത്തിൽ കേട്ടോ. നരേന്ദ്ര, സുരേന്ദ്ര, നരേഷ്, പരോപകാർ, മഹോദയ്, മഹോത്സവ്, മഹർഷി. മഹർഷി എന്ന് പറയുമ്പോൾ അർ സൗണ്ടാണ്. അതേപോലെ സപ്തർഷി എന്ന് പറയുമ്പോൾ അർ സൗണ്ടാണ്. ദേവർഷി എന്ന് പറയുമ്പോൾ അർ സൗണ്ടാണ്. വളരെ എളുപ്പമല്ലേ. നെക്സ്റ്റ് വൃദ്ധിസന്ധി. വൃദ്ധിസന്ധി നോക്കിയേ. നമ്മൾ ഗുൺസന്ധിയിൽ എ, ഒ, ആർ ആണ് പറഞ്ഞതെങ്കിൽ വൃദ്ധിസന്ധിയിൽ വരുമ്പോൾ ഐ ആകും കേട്ടോ. ഐ, ഔ ഈ സൗണ്ട്സാണ് വരേണ്ടത്. എക്സാമ്പിൾ നോക്കിയേ. ഏകൈക്, സദൈവ്, പരമൗഷധ്. കണ്ടോ? 2 മാത്രകൾ വന്നു. ഏകൈക്, സദൈവ്, പരമൗഷധ്. അപ്പോൾ വൃദ്ധിയിൽ ഐ, ഔ സൗണ്ടാണ് കേട്ടോ. ഐ, ഔ സൗണ്ടാണ് വരുന്നത് വൃദ്ധിയിൽ. ഏകൈക്, സദൈവ്, പരമൗഷധ് എന്നൊക്കെ പറയാം. നെക്സ്റ്റ് യണസന്ധിയാണ്. യണസന്ധിയിൽ യ, വ, ര ഈ സൗണ്ട്സാണ് വരേണ്ടത്. യ, വ, ര അതായത് കോയിനെ കോയി അധൂര ശബ്ദ ഹോഗ. എന്താണ്? അധൂര ശബ്ദമായിരിക്കും എന്നാണ് പറയുന്നത്. അതായത്
ഒരു രണ്ടക്ഷരങ്ങൾ ചേർന്നിട്ട് വരുന്ന, ചിലപ്പോൾ ത പ്ലസ് യ ആകാം, അല്ലെങ്കിൽ എന്താണ് സ പ്ലസ് വായാകാം, അല്ലെങ്കിൽ ര പ്ലസ് യ, അങ്ങനെയൊക്കെ വരും. യ വ ര ഈ 3 അക്ഷരങ്ങളാണ് എണുസന്ധിയിൽ നമ്മൾ നോക്കേണ്ടത്. എക്സാമ്പിൾ നോക്കിയേ, അത്യധിക്. അത്യധിക് എന്ന് പറയുമ്പോൾ അവിടെ കണ്ടോ ത പ്ലസ് യ വന്നിട്ട് അതി പ്ലസ് അധികമാണ് അത്യധിക്. അത്യധിക്, യദ്യപി, ഇത്യാദി അവിടെയൊക്കെ യായാണ്. ഉപര്യുക്ത്. ഉപര്യുക്ത് എന്ന് പറയുമ്പോൾ അവിടെ രായാണ് വന്നത്. അന്വതി. അന്വതി എന്ന് പറയുമ്പോൾ വാ സൗണ്ട് കണ്ടോ. സ്വാഗത് എന്ന് പറയുമ്പോൾ വായാണ്. അന്വയ് എന്ന് പറയുമ്പോഴും വായാണ്. അതേപോലെ പിത്രാജ്ഞ എന്ന് പറയുമ്പോൾ അവിടെ രാ സൗണ്ടാണ്. പിത്രാജ്ഞ ത പ്ലസ് രായാണ് ത്ര എന്ന് പറയുന്നത് ഉണ്ടോ. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് കറക്റ്റായിട്ട് ഈ എണുസന്ധി തിരിച്ചറിയാൻ സാധിക്കും. നമുക്ക് കണ്ണടച്ചുത്തരം എഴുതാം. യ വ ര ഈ 3 അക്ഷരം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അത്യധിക്, യദ്യപി, ഇത്യാദി, ഉപര്യുക്ത്, അന്വതി, സ്വാഗത്, അന്വയ്, പിത്രാനായ് ഇങ്ങനെയുള്ള ശബ്ദങ്ങളൊക്കെ ഒന്ന് നോക്കി വെക്കുക. നെക്സ്റ്റ് അയാദി സന്ധിയാണ്. അയാദി സന്ധിയിലും ഇതേപോലെ കോഡ് വാക്കുകളുണ്ട്. അയാദി സന്ധിയിൽ ഐ, ആയ്, ആയി, അവ്, ആവ്, അവി, ആവു, ആവി എന്നീ ശബ്ദങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും, അയാദി സന്ധി ആയിരിക്കും. വാക്കുകൾ നോക്കാം. നയൻ എന്ന് പറയുമ്പോൾ അതിലെന്താണ്, ഐ സൗണ്ടാണ് കണ്ടോ, ഐ നയൻ. ശയൻ എന്ന് പറയുമ്പോൾ ഐ കണ്ടോ, ശയൻ. നായക് എന്ന് പറയുമ്പോൾ എന്താണ്, ആയ് സൗണ്ടാണ് വന്നത്, ആയ് നായക്. ഗായക്. ഗായക് എന്ന് പറയുമ്പോഴും ആയാണ് വന്നത്. നായിക എന്ന് പറയുമ്പോൾ ആയി വന്നു കണ്ടോ, നായിക. അതേപോലെ ഗായിക എന്ന് പറയുമ്പോഴൊക്കെ ആയി സൗണ്ടാണ് അവിടെ വന്നത്. അതേപോലെ പവൻ എന്ന് പറയുമ്പോൾ അവ് സൗണ്ടാണ്, അവ് പവൻ. ഭവൻ എന്നൊക്കെ പറയുമ്പോൾ അവ് സൗണ്ടാണ് അവിടെ വരുന്നത്. പാവക് എന്ന് പറയുമ്പോൾ ഏതാണ് വന്നത്, ആവ് കണ്ടോ, ആവ് സൗണ്ടാണ് അവിടെ വന്നത്, പാവക് എന്ന് പറയുമ്പോൾ. നാവിക് എന്ന് പറയുമ്പോൾ ആവി സൗണ്ടാണ് വന്നത്, ആവി സൗണ്ടാണ്. നാവിക് എന്ന് പറയുമ്പോൾ ആവി സൗണ്ടാണ്. അതേപോലെ ഭാവുക് എന്ന് പറയുമ്പോൾ ആവു സൗണ്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വളരെ ഈസിയല്ലേ ഈ ഒരു കോഡിലൂടെ ഐ, ആയ്, ആയി, ആവ്, ആവ്, അവി, ആവു എന്നീ കോഡിലൂടെയൊക്കെ നമുക്ക് കറക്റ്റ് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒന്നാണ് അയാദി സന്ധി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു അക്ഷരങ്ങളും ഈ സൗണ്ട്സൊക്കെ ഒന്ന് നോക്കിയാൽ, ഈ ശബ്ദങ്ങളൊക്കെ ഒന്ന് നോക്കിയാൽ നമുക്ക് ദീർഘസന്ധിയും ഗുണസന്ധിയും വൃദ്ധസന്ധി, യണസന്ധി, അയാദി സന്ധിയൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ യണസന്ധിയിൽ യ, ര, വ ഈ 3 അക്ഷരങ്ങളാണ് വരുന്നത് മധ്യത്തിലായിട്ട്. യദ്യപി, ഇത്യാദി, അതേപോലെ അത്യധിക, അന്വതി എന്നൊക്കെ പറയുന്ന വാക്കുകൾ. അയാദി സന്ധിയിൽ പവൻ, ഭവൻ, നാവിക്, നായക്, നായിക, നയൻ ഇതൊക്കെ വരും. വൃദ്ധിയിൽ എന്താണ്, ഐ സൗണ്ടാണ് അല്ലേ. അതേപോലെ ഔ സൗണ്ടും. ഏകൈക്, സദൈവ്, പരമൗഷധ്. ഗുണിൽ എന്താണ്, ഗുൺസന്ധിയിൽ എന്താണ്, എ ഒ അർ സൗണ്ടാണ്. നരേന്ദ്ര, സുരേന്ദ്ര എന്നൊക്കെ പറയുമ്പോൾ, മഹോത്സവ് എന്നൊക്കെ പറയുമ്പോൾ ഗുണസന്ധിയാണ്. ദീർഘസന്ധിയിൽ എന്താണ്, ദീർഘാണ് അല്ലേ. മതാനുസാർ, വീരാംഗന, നവാഗത്, ഗിരീഷ്, രവീന്ദ്ര എന്നൊക്കെ പറയുമ്പോൾ അതായത് നമ്മുടെ സാധാരണ ദീർഘസ്വരങ്ങളാണ് അവിടെ വരുന്നത്. ദീർഘസ്വരങ്ങളുടെ മേലാണ് അവിടെ ഉണ്ടാവുക. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ധന്യവാദം.